ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ ഒരു ക്യാമ്പിംഗ് സെറ്റപ്പ് വന്നതെന്ന് കണ്ടിരുന്നു. ഇവിടെ നമ്മൾ ഓഫ് റോഡൊക്കെ തേടി നിന്നപ്പോൾ കണ്ട ഒരു ക്യാമ്പിംഗ് സെറ്റപ്പാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനോട്ട് പോകണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറേ ട്രെയിൽസും കാര്യങ്ങളും കണ്ടുപിടിക്കാണ്ട് എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഈ വീഡിയോ കാണാത്ത വേണ്ടി കണ്ടോട്ടോ, ലിങ്ക് ഞാൻ അടിച്ച് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ വാഗമൺ കുരിശുമല ആശ്രമത്തിനടുത്തുള്ളൊരു അടിപൊളി ഓഫ് റോഡ് തേടി ഇറങ്ങിയാൽ കണ്ടോ. ഇവിടെ കുറച്ച് ട്രെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു പരിചയക്കാരനെ ടെൻറ്റ് ക്യാമ്പിങ് തൊട്ടടുത്തുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ ഓഫ് റോഡിലോട്ട് പോകാൻ വേണ്ടി വന്നേക്കണ്ടോ. പിന്നെ നമ്മുടെ ഇവിടെ അവഞ്ചറായിട്ട് സെവിനും എസ് പൾസേഴ്സ് ആൽവിനും അതുപോലെ നമ്മുടെ പൾസറായിട്ട് പൾസർ ഹുദിയുണ്ട്. പിന്നെ നമ്മൾ പുതിയ ലൊക്കേഷനുകൾ തേടി ഇറങ്ങാണ്. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ ഓഫ് റോഡ്. നമുക്ക് പോയി നോക്കാം. തന്നെയാണോ? അവിടെ ആളുണ്ടെന്ന് ചോദിച്ചു നോക്കിയേ. ഞാൻ വഴി മാറിപ്പോയി, വീട്ടിലോട്ടുള്ള വഴിയാണ്. ഇനി ഇറങ്ങി ചെന്ന് ചോദിച്ചു നോക്കിയാൽ അപ്പുറത്താ മലോട്ടാണ് ഏതാ വഴിയെന്ന്. വീട്ടിലോട്ടുള്ള വഴിയായിപ്പോയി. നമ്മൾ വഴി മാറി. അയ്യോ, ഇവിടെ ആരും കാണലില്ല. ഇവിടെ ആരും ഇല്ലാന്നല്ല. നമ്മൾ ഓഫ് റോഡ് കയറി അവസാനം വീട്ടിൽ ചെന്നിട്ട. ഇത് ആരെ വീടാണോ? വഴി മാറിപ്പോയി. ആ മലയിലോട്ടാണ് വഴിതാണോ? അത് തന്നെ. ഓക്കെ, ചുമ്മാ അവിടെ വരെ അവിടെ തീരുവ വഴി പോയോക്കട്ടെ. അപ്പൊ ഇതന്നെ വഴി. പോമോനെ. നമ്മൾ ഓഫ് റോഡ് തേടി പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രെയിൽ സൈഡ് കണ്ട് പോയി നോക്കാം. നമ്മളപ്പുറം ക്യാമ്പിംഗ് സൈഡിൽ ഇപ്പോൾ ഇവിടെ ഒരു താറ് കിടക്കണുണ്ടായിരുന്നു, ജീപ്പ്. അപ്പോൾ ആ മയിലോട്ട് ഈ വഴി പോകണമെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ പോകുന്ന നോക്കാം. എന്തായാലും അത്യാവശ്യം താഴേക്ക് ഇങ്ങനെ വഴി കാണുന്നുണ്ട്. എന്തായാലും ട്രെയിൽസ് അടിപൊളിയാണ് കേട്ടോ, കൊള്ളാട്ടോ. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് വാഗമൺ കുരിശുമലയ്ക്കും അതുപോലെ തങ്ങൾപ്പാറയ്ക്കും ഇടയ്ക്കുള്ളൊരു പ്ലേസാണിത്. കണ്ടിട്ട് താഴേക്ക് ഇറക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് താഴേക്ക് പോയി നോക്കാം. എവിടേക്ക് പോകണമെന്നറിയില്ല കേട്ടോ, പോയാലും അറിയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ ഏത് റൈഡ് പോയാലും ആൽബിൻ ഉണ്ടെങ്കിൽ ആൽബിനെ ഫ്രണ്ടിലാണ്ട് വിടും. മറ്റേ എക്സ്പൾസാണ്ട് പൊക്കോളും. തൊട്ട് പറയാം, നമുക്കും പോയേക്കാം. പോട്ടെ പോട്ടെ. അടിപൊളി വ്യൂസാണോ, ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. വഴി അങ്ങോട്ട് പോകും. ഇപ്പോൾ നമ്മൾ നേരത്തെ നിന്ന ക്യാമ്പിംഗ് സൈറ്റ് അവിടെയാണ്. ഇപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഓ, അവിടെ വീണില്ല, ഭാഗ്യം. അവിടെ വരുമെന്ന് എഞ്ചിൻ ഓഫായി പോയി. ഞാൻ വീടുന്ന്. എങ്ങനെയുണ്ട്? ആര്? ഞാനല്ലേ? എന്റെയും പോയി. അത് എഞ്ചിൻ അവിടെ ഓഫായി പോയി. എഞ്ചിൻ ഓഫായി ഞാൻ അങ്ങോട്ട് വീടുന്നു.
ആ എൻ്റെ അത് ചക്കല്ല, എഞ്ചിൻ ഓഫായി പോയി, എഞ്ചിൻ ഇടിച്ച്. ഓഹോ, ഇവിടെ എന്താണ് വഴിയൊക്കെ ഉണ്ടല്ലോ. ഹോയ് ഹോയ് ഹോയ്, കൊള്ളാല, അടിപൊളി പുൽമേട്. ആ പോട്ടെ പോട്ടെ. അങ്ങോട്ട് പോട്ടെ. കോട്ടത്താളത്തിൻ്റെ അവിടെ വരും പോലെ നമ്മൾ കോട്ടത്താളം വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടോ. സെബിനെ ഇങ്ങോട്ട് പോയി. ആ കാണുന്ന തങ്ങൾപ്പാറയാണ്, അത് കുരിശുമലയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു അടിപൊളി പുൽപ്രദേശമാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. താഴത്ത് പൂഞ്ഞാറുണ്ടോ, പൂഞ്ഞാർ അടിവാരം, കോട്ടത്താളം വാട്ടർഫാൾസ് എല്ലാം കാണാം. ഇവിടെ കുറച്ച് ഓഫ് റോഡ് ട്രെയിൽസ് അന്വേഷിച്ചെന്നാണ്, എന്തായാലും ഒന്ന് തേടി നോക്കാം. നമ്മുടെ കൂടെയുള്ളവന്മാർ രണ്ടുപേരുണ്ട്, എവിടെ പോയി പിടുത്തില്ലോ. നമ്മുടെ ഓഫ് റോഡ് മാഡ്നസ് പൾസ് സുതി അവിടെ നിന്ന് തന്നെ കേട്ടോ, അടിപൊളിയല്ലേ. അടിപൊളി, നല്ല രസമുണ്ട് അവിടെ കാണാൻ. പിന്നെ നമുക്ക് താഴേക്ക് വഴിയുണ്ട്. നമ്മൾ മുകളിലാണ് ഓഫ് റോഡ് ഇറങ്ങി വന്നത്, താഴേക്ക് ഇറങ്ങി പോകണം. നമ്മൾ കൂടെ ഉള്ളവന്മാർ രണ്ടുപേരും അങ്ങോട്ട് പോകണ്ടേ, അവിടെ പോയി എടുത്തില്ല. ഇവിടെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളും ടെൻറ്റ് ഹൗസുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പണികളാണ് നടക്കുന്നത്. നല്ല ഓഫ് റോഡാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെറൈനാണ് കേട്ടോ. അത്യാവശ്യം കല്ലും ഇതൊക്കെ ഉണ്ട്. നമുക്ക് താഴെ വരുമ്പോൾ വീണ്ടും വരാം, നമുക്ക് വീണ്ടും വരാം. വണ്ടി ഇരിക്കാം ആൽവി. ഇപ്പോൾ സെവിൻ നമ്മളെ കാണാണ്ട് താഴെ വരും വീണ്ടും. നമുക്ക് ഒന്ന് താഴെ പോയി നോക്കാം എന്താ അവസ്ഥ. നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റാത്ത വലിയ ചടങ്ങ് കേട്ടോ. വൈസർ വെച്ചിട്ടേ ഫ്രണ്ട് രക്ഷയില്ല. ഇതുപോലെ സ്ഥലത്തൊക്കെ പണിയോ. ഇവിടെ പോട്ടെ.
ഓ അവസാനം ഏതൊരു വീട്ടിൽ ചെല്ലുന്നുണ്ട്. പുള്ളിയുടെ തൊഴുത്താണത്. നമ്മൾ അവസാനം ഒരു വീടിൻ്റെ അവിടെ എത്തി. കൊള്ളാല്ലേ? അവിടെ വരെ ഉള്ളൂ അല്ലേ? ആ വാ, ഞങ്ങൾ മറ്റേ പൂഞ്ഞാറിന്ന് അടിവാരന്ന് കയറി വരാറുണ്ട്. ഈ പ്രാവശ്യം ചുമ്മോടെ വരാൻ വന്നാണ്. ഇത് വീടാണ് വേണ്ടേ? ലാസ്റ്റ് വീടാണോ? അപ്പോൾ നമ്മൾ വീണ്ടും ഓഫ് റോഡൊക്കെ ഇറങ്ങി അവസാനം ഒരു വീടിൻ്റെ മുമ്പിൽ ചെന്ന് പുള്ളിയുടെ തൊഴുത്താണ്ടത്, പശുത്തൊഴുത്താണ്. തൊട്ട് മുകളിൽ തന്നെ വീട്. പുള്ളിയുടെ കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓഫ് റോഡ് തീർന്നില്ല, ഇനിയാണ് കിടിലൻ ട്രെയിൽസ് വരുന്നത്. ഇവിടുന്ന് ഒരു അടിപൊളി ട്രെയിൽസ് നേരെ പൂഞ്ഞാറത്തേക്ക് നടവഴി പറഞ്ഞുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് ദൂരം വരെ വണ്ടി ഉണ്ടാകും. ഒരു വാട്ടർഫാൾസ് ഉണ്ട് കോട്ടത്താവളം കൊണ്ടാണ്. അപ്പോൾ അതുവരെയും ആ വഴി നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ ഇതുപോലത്തെ അൺഎക്സ്പ്ലോർഡ് പ്ലേസിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കയറി ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരും.